അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ നിമിഷയെ യമനിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 2017 നടന്ന് 2025 വരെയുള്ള ഇടവേളകളിൽ പല തവണകളായിട്ട് നയതന്ത്ര മേഖലകളിലും ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴിയൊക്കെ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാരണം അത്തരത്തിലുള്ള ഒരു സ്ഥലത്തായത് കാരണം ഹൂത്തികളുടെ ഭരണ പ്രദേശമുള്ള സന്നായിലുള്ള സ്ഥലത്തായത് കാരണം നയതന്ത്ര മേഖലയിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് നമുക്കറിയാം. അവരാവുന്നത്ര ശ്രമിച്ചു, പക്ഷെ അവിടെ പരിമിതികളുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയുള്ള ഒരു ശ്രമം അവിടെ നടക്കില്ല. അത് തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്, അതേപോലെ മുഹമ്മദ് മൂർക്കുണ്ട് തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട ആളുകളും, അതല്ലാതെ യമനിൽ തന്നെ അവിടെ നിന്നിട്ടുള്ള സാമുവലോ, അതേപോലെ അഡ്വക്കേറ്റ് ദീപ തുടങ്ങിയ ആളുകളൊക്കെ ഇതിന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പ്രയത്ന ഫലമായി ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരാൾക്കും ഇതുവരെ സാധിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പരിണിത ഫലമായി കഴിഞ്ഞ 16-ന് വധശിക്ഷ കാത്തു കിടക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിധിച്ച് പ്രസിഡന്റ് ദയാഹർജി തള്ളി അവിടുത്തെ ജയിലർക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവ് കൊടുത്ത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന അവസാനത്തെ ആഴ്ചകളിലാണ് കോൺഗ്രസ് പ്രവർത്തകനും കൂടിയായ അനൂപ് വിയാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചാണ്ടി ഉമ്മൻ എ പി ഉസ്താദിനെ വന്ന് കാണുന്നത്. ആ എ പി ഉസ്താദിനെ വന്ന് കാണുന്നത് മുതലുള്ള കാര്യങ്ങൾ ആ ഉസ്താദ് ഇടപെട്ട് തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉസ്താദ് ഇത് മർക്കസ് മീഡിയയോ ഉസ്താദോ മറ്റു ആളുകളോ എവിടെയും ഇത് പറഞ്ഞിട്ടില്ല. ചാനലുകളെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടപെടുന്നുണ്ട്, ഇതിന്റെ പ്രോഗ്രസ് ഇന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യമായി ഉസ്താദിന്റെ ഇടപെടലിനെ കുറിച്ച് മാലോകരെ അറിയുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് പ്രവർത്തകനായ അനൂപ് വിയാർ ഫേസ്ബുക്കിൽ ജൂലൈ 13-ന് ഒരു കുറിപ്പിടുന്നു. ആ കുറിപ്പിലൂടെയാണ് മറ്റു മീഡിയകളും മറ്റു മാധ്യമ പ്രവർത്തകരും ഉസ്താദിൽ ഇത് ഇടപെടുന്നുണ്ട് എന്ന് പോലും അറിയുന്നത്. അല്ലാതെ മർക്കസ് മീഡിയ മറ്റു ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു PR വർക്ക് വേണ്ടി ചെയ്തതല്ല. ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മതസൗഹാർദ്ദവും മറ്റൊക്കെ തകർക്കുന്നതിന് വേണ്ടി കാസ ക്രിസംഗി ചാനലുകള്, സംഘികളും ക്രിസംഗികളും ഒരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അവർ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ തലപ്പാവുധാരികളായ ചില ലോകം നിയന്ത്രിക്കുന്ന ശൈഖിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള വട്ടൂരിലെ ചില ഹാലിളകിയ 2-3 ശൈത്താന്മാരും അവരുടെ വാക്ക് കേട്ട് അത് വേദാന്തമാക്കിയിട്ട് നിങ്ങൾ അഫലാത്ത തഫക്കറും, നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് എന്താ ചിന്തിച്ചൂടെ എന്ന് ചോദിച്ച് നടക്കുന്ന കുറച്ച് വഹാബികൾ ഉണ്ടായിരുന്നു, മുജാഹിദുകൾ. റഫീഖ് സലഫി, ഹുസൈൻ സലഫി പോലുള്ള മുജാഹിദുകളായ ആളുകളും കൂടി ഈ പറയുന്ന കുരുവട്ടൂരികൾ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ വേദവാക്യമാക്കി പൊതുജനങ്ങളോട് പറയുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന മറുപടി ക്ലിപ്പിടുന്നത് വട്ടൂരിയുടേതാണെന്നുണ്ടെങ്കിലും കൊള്ളുന്നത് ആർക്കാണ്? കൊടുത്തളിയനും കൊണ്ടളിയനും. അങ്ങനെയാണല്ലോ. അതായത് ഇവൻ ഛർദ്ദിക്കുന്ന മറ്റൊരു വാരിത്തിന്നും, മറ്റവൻ അവന്റെ അമേദ്യവും ഉച്ചിഷ്ടവും ഒക്കെ ഇവനും വാരിത്തിന്നും. രണ്ടുപേരും അങ്ങനെ ഒരു കൊടുത്തളിയനും കൊണ്ടളിയനും ഉള്ള ബന്ധമാണ് എന്നുള്ളത് ആളുകൾക്ക് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഈ നൗഷാദ് എന്ന് പറയുന്ന കുരുവട്ടൂരിയുടെ ജൽപ്പനങ്ങൾ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അത് അതുപോലെ അവതരിച്ചുകൊണ്ട് അതാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാം. നമുക്ക് ഓരോന്നായി കേൾക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അവരുണ്ടാക്കി തീർത്തിട്ടുള്ള ഈ നരേഷന്റെ കഥ കഴിക്കാൻ പോവാണ് നമ്മൾ. ഇതിന്റെ വസ്തുതകള് അതിന്റെ വസ്തുതകൾ ഏത് ആളുകൾക്കും മനസ്സിലാവുന്ന രൂപത്തിലല്ലേ? കേട്ടു നോക്ക് നിങ്ങള്. തുടക്കത്തിൽ അവൻ പറയട്ടെ. ജൂലൈ 13-നുള്ള ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം. ജൂലൈ 13 അതേക്കാരൻ ദിവസം ഞായറാഴ്ച. ആ ദിവസത്തിൽ ഇവര് പ്രസിദ്ധി ഈ വാർത്തകളിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് വളരെ കൃത്യമായ അതിൻ്റെ രൂപമാണ്. അന്ന് AP-യുടെ വർത്താനൊന്നുമില്ല. അവർ പറയുന്നത് ഈ പെണ്ണിൻ്റെ അമ്മ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ വാദം കേട്ട് അതിൻ്റെ ലെറ്ററാണ് 14-ന് നീട്ടിവെച്ചു എന്ന് കൊടുത്തു. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ കോടതിയിൽ നിന്നൊക്കെ ഒരു കാര്യം കിട്ടണമെങ്കിൽ ആദ്യം അതിനൊരു ഹർജി കൊടുക്കണം. നിലവിലുള്ള ഒരു വിധി ഉണ്ടെങ്കിൽ ആ വിധിനെ എന്താക്കാനും ഒരു അപേക്ഷ കൊടുക്കണ്ടേ? പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പെർമിഷൻ കിട്ടണമെങ്കിൽ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണ്ടേ? അല്ലാതെ ഒരാൾ പെടുന്നു ഇങ്ങനെ വാർത്താസമ്മേളനം നടത്തിയിട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ കോടതി മാറ്റി കൊടുക്കും അത്. അപ്പം ഇത് വ്യക്തമായി ആ സ്ത്രീയുടെ ഉമ്മ കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റുന്നത്. ആ ഹർജി കൊടുത്ത വിവരം അന്നത്തെ വാർത്തയിൽ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇതിലിപ്പോ അവന്റെ ഏറ്റവും വലിയ ഇവരുടെ
കുരുവട്ടൂരികളുടെ വാക്ക് കേട്ട് ഇത് പ്രചരിപ്പിക്കുന്നവരും കുരുവട്ടൂരികളും പറയുന്ന രണ്ട് വാദങ്ങൾ അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് തീർന്നു. AP ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നത് 14-ാം തീയതി മുതലാണ്. 13-ാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ല, ഉസ്താദ് ഇടപെട്ടിട്ട് പോലും ഇല്ല. ആ 14-ാം തീയതി ഉസ്താദ് ഇടപെട്ട് തുടങ്ങുമ്പോ തന്നെ അവിടെ വിധി വന്നിട്ടുണ്ട് എന്നാണ് ഇവരുടെ നറേഷൻ. എന്നാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇവിടെ 13-ാം തീയതി തന്നെ ആദ്യമായി ഈ വാർത്ത പങ്കുവെക്കുന്നത് ആരാണ്? അനൂപ് VR എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ. 13 ജൂലൈ എല്ലാവരും കാത്തിരുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചില നിർണായക നീക്കൽ നടക്കുന്നതായി അറിയുന്നു. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ അഭിവന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ പ്രധാന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ബിൻ ഹഫീദ് മുഖാന്തിരം നോർത്ത് യമൻ ഭരണകൂടവുമായും മറ്റും ഇരയുടെ കുടുംബവുമായും സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഇടപെടുന്നത് എവിടെയാണ്? നോർത്ത് യമനിലെ ഭരണകൂടവുമാണ്. അവിടുത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, അതുപോലെ നയതന്ത്ര മേഖലയിലുള്ള ആളുകളുമായി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ലാതെ ലോകപ്രസിദ്ധനായ, ഇന്ന് ലോക മുസ്ലിങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ ലോകപ്രസിദ്ധനായ മുസ്ലിം പണ്ഡിതൻ ആര് എന്ന് വിദേശ മാഗസിനുകളും മറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്തുള്ള ആളാണ് ഈ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ആള്. അപ്പോ ആ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ഷെയ്ഖിനെയാണ് ആര് ബന്ധപ്പെടുന്നത്? AP ഉസ്താദ് ബന്ധപ്പെടുന്നത്. അവരുടെ വഴിയാണ് മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഈ വാർത്ത ആദ്യം കൊടുത്തത് ആരാണ്? AP ഉസ്താദ് ആണോ? അല്ല. ആരാണ് കൊടുത്തത്? അനൂപ് VR ഫേസ്ബുക്കിൽ ഇടുന്നു. ഈ ഫേസ്ബുക്കിൽ അനൂപ് VR ഇടുമ്പോ നോക്ക്, അടുത്ത തന്നെ മീഡിയ 13 നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ പ്രധാന സൂഫി പണ്ഡിതൻ മുഖേനയാണ് യമൻ ഭരണകൂടത്തെ ബന്ധപ്പെട്ടത്. ഇവൻ കൊടുത്ത അനൂപ് VR കൊടുത്ത കോൺഗ്രസിന്റെ പ്രവർത്തകൻ എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നാണ് ആർക്കിത് കിട്ടുന്നത്? വാർത്താ ചാനലുകൾക്ക് കിട്ടുന്നത്. അത് തന്നെ ജൂലൈ 13 തന്നെ നിമിഷപ്രിയയുടെ മോചനം റിപ്പോർട്ടർ ചാനൽ ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയതായി വിവരം. യമൻ ഭരണകൂടം എന്നുള്ള അവർക്ക് ഇവിടുന്ന് കിട്ടിയത്? ഇവിടുന്ന് യമൻ പണ്ഡിതനായ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദ് മുഖാന്തിരം നോർത്ത് യമൻ ഭരണകൂടവുമായി ആര് ബന്ധപ്പെട്ടു? AP ഉസ്താദ് ബന്ധപ്പെട്ടു എന്ന് കോൺഗ്രസ് പ്രവർത്തകനായ അനൂപ് VR കുറിക്കുമ്പോ അതിലൂടെയാണ് മാധ്യമങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അല്ലാതെ AP ഉസ്താദോ AP ഉസ്താദിന്റെ ബർക്കസിലെ മീഡിയ വിങ്ങോ PR വർക്കോ ചെയ്തതല്ല ഈ വിഷയം. ആ കോൺഗ്രസ് പ്രവർത്തകനാണ് ചാണ്ടി ഉമ്മനോട് ഈ വിവരം പറയുന്നതും. ചാണ്ടി ഉമ്മൻ 13-ാം തീയതി ഈ വാർത്ത മൂപ്പര് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലേ? അത് ചിന്തിക്കാൻ വേറെ വല്ല മറ്റേതിൽ പറഞ്ഞമാതിരി വല്ല ഇന്റർഗേഷനോ സ്പെക്കുലേഷനോ അങ്ങനെ വല്ല സംഭവമൊന്നുമില്ല. കോമൺ സെൻസ് പോരെ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുരുവട്ടൂരികളും അവരെ താങ്ങുന്ന സംഘി ചാനലുകൾ ആവുന്നു എന്നല്ലേ നമുക്ക് പറയാനുള്ളത്. അപ്പൊ 13-ാം തീയതി തന്നെ ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് വാർത്താ ചാനലുകളുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കറിയാം. എന്നാൽ അതിനെ പാടെ നിഷേധിക്കുകയാണ്. ഇപ്പൊ അതിലെന്താ കേട്ടത്? 13-ാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ലാന്ന്. ഇവിടെ ചിത്രത്തിലില്ല, ഉസ്താദ് വരുന്നില്ല, പക്ഷെ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. 13-ാം തീയതി ഈ കുറിപ്പുകാരൻ അവിടെ അങ്ങനെ ഇടപെട്ടതായി വിവരം അറിയുന്നു എന്നുണ്ടെങ്കിൽ 13-ാം തീയതി അല്ല അവിടെ ഇടപെടുക. അവിടെ ചാണ്ടി ഉമ്മൻ വന്ന് കാണുന്നത് അതിന്റെയും മുന്നേയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൂടെ ഇടപെട്ടിട്ട് അവിടെ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പോകുന്നു എന്നുള്ള വാർത്ത അനൂപ് VR അറിഞ്ഞ സന്തോഷത്തിലാണ് ഈ വിവരം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതുവരെ ആ ഫേസ്ബുക്കിൽ കുറിക്കാൻ മൂപ്പർക്ക് പോലും അനുവാദമില്ല. ആരോടും അങ്ങനെ കുറിക്കരുതെന്നോ ഇത് പാർത്ത് പുറത്തുവിടരുതോ പറഞ്ഞാണ് മൂപ്പരുടെ സന്തോഷത്തിൽ മൂപ്പരുടെ സ്വന്തം വകയായിട്ട് ഫേസ്ബുക്കിൽ അറിഞ്ഞത് ഇട്ടത് മറ്റു ചാനലുകൾ അത് വാർത്തയാക്കി എന്നുള്ളതാണ്. ഇനി കേൾക്കാം. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞു വെച്ചത് എന്താ? ഈ വധശിക്ഷ മാറ്റിവെക്കാൻ കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരാളുകൾ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റുമോ? അവിടെ ഒരു രീതിയില്ലേ? അവിടെ ഒരു ഹർജി കൊടുക്കണ്ടേ? ഹർജി കൊടുത്ത് അവിടെ വാദങ്ങൾ കേൾക്കണ്ടേ? ഒരു പോലീസ് കേസിനുള്ള ഒരു പെറ്റി കേസ് ആണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയില്ലേ? കോർട്ടിൽ വിളിക്കില്ലേ? എന്നിട്ട് രണ്ട് പ്രതിയുടെയും വാദിയുടെയും പക്ഷങ്ങൾ കേൾക്കണ്ടേ? അങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ വിധി വന്നതിന് ശേഷവും നിങ്ങൾക്കറിയാം ഈ കുടുംബം അത് അറിഞ്ഞിട്ടില്ല. ഞാനത് വഴിയെ പറയുന്നുണ്ട്. കാരണം 15-ാം തീയതി AP ഉസ്താദ് ഇതിന്റെ കോർട്ട് വേർഡിക്റ്റ് മാറ്റിയതായിട്ട് പുറത്തുവിടുന്ന ആ സമയത്ത് പോലും അതിന്റെ ഫാമിലി ഇത് അറിഞ്ഞിട്ടില്ല. 15-ാം തീയതി രാവിലെയും അബ്ദുൽ ഫത്താഹ് മഹദി പോസ്റ്റ് ഇടുന്ന എന്താണ്? ഇതാ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് നീതി നടപ്പാക്കുന്നു, അവളെ തൂക്കിലേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയാണ്. 14-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ തീരുമാനം ആയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തു വിടാൻ പറ്റില്ല. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെയാണ്. അത് ഈ പോത്തേക്ക് മനസ്സിലാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ 15-ാം തീയതി അത് പുറത്തുവിടാൻ പറ്റുള്ളൂ. 14-ാം തീയതി ഉസ്താദിന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 14-ാം തീയതി എന്ന് പറയുന്നത് ഏതുവരെ 14-ാം തീയതി ഉണ്ട്? ഇവന്റെ വിചാരം എന്താ അറിയോ? 14-ാം തീയതി എന്ന് പറയുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 14-ാം തീയതി തീർന്നു എന്നാ.
15-ാം തീയതി 14-ാം തീയതി അർദ്ധരാത്രി 11:59 വരെ അതിന്റെ ഇടയിൽ നടക്കുന്നതെല്ലാം 14 എന്നുള്ളതാണ് എന്ന് ഈ ലോകം നിയന്ത്രിക്കുന്ന മറ്റേ ഗ്ലോബൽ തെണ്ടി നടക്കുന്ന ചെങ്ങായില്ലേ, ഓനോടെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ മർമ്മപ്രധാനമായ വിഷയം എന്താ, അവിടെ നിമിഷപ്രിയയുടെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ നിവേദനം കൊടുത്തിട്ടാണോ ഈ വിധി മാറ്റിയത്, അതല്ല ആ നിവേദനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അങ്ങനെ വിധി മാറ്റുന്നതുമായി ഒരു ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് നോക്കാം അടുത്തൊരു വീഡിയോ ക്ലിപ്പ്. അവിടെയുള്ള സാമുവൽ ജെറോം, അതായത് ഇപ്പൊ നൌഷാദിന്റെ ഒക്കെ ഷെയ്ഖ് ഇപ്പോ മൂപ്പരാണല്ലോ, അപ്പൊ സാമുവൽ ജെറോം തന്നെ ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് നമുക്ക് കേൾക്കാം. അദ്ദേഹം തന്നെ പറയുന്നു വളരെ വ്യക്തമായി, ഞാൻ പറയുന്നില്ല, ആദ്യം അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാലോ. On Saturday, when Mother Sheikh Abdul Malik Nahia and our Indian embassy, local staff of the Indian embassy, because as you know, in Yemen there is no Indian embassy, the local staffs are still available. So we all went to the public prosecutor's office, and when we gave the request for extension, they immediately said, we have already received a call from the president's office. This is what they stated. This is on Saturday evening. എന്താ പറഞ്ഞത്, എന്താണ് പറഞ്ഞത് കേട്ടോ. അതായത് when they went to the public prosecutor, the attorney general, public prosecutorനെ കാണാൻ വേണ്ടി എന്തിനാണ് ചെല്ലുന്നത്, എന്താ, to extend the court verdict. ഇപ്പൊ നിലവിലുള്ള 16-ാം തീയതിയിലുള്ള കോർട്ട് വേഡിക്റ്റ് ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ഒരു ഹർജിയുമായി ഇയാളും ഈ അമ്മയും കൂടി അവിടെ പോകുന്ന സമയത്ത് ഈ ഹർജി കൊടുക്കാൻ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് ഉടനെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇമ്മീഡിയറ്റ്ലി ദ പബ്ലിക് പ്രോസിക്യൂട്ടർ told to him, എന്താ പറഞ്ഞത്, ഓൾറെഡി ഐ റിസീവ്ഡ് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ്, received a call from the higher authorities that for എന്തിനു വേണ്ടിയിട്ട്, to extend the court verdict. അതായത് ഇദ്ദേഹം പറയാണ്, ഇദ്ദേഹമാണ് പോയത്. സാമുവൽ ജെറോം ഭാസ്കരൻ എന്ന് പറയുന്ന ആളും അവരുടെ അമ്മയും കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവര് പറയാണ്, ഉന്നത തലത്തിൽ നിന്ന് ഹയർ അതോറിറ്റിയിലേക്ക് എനിക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട് ഇത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നു കുരുവട്ടൂരികളോട്, ആ കുരുവട്ടൂരികളുടെ ജൻഫലങ്ങൾ അണ്ണാക്ക് തുടങ്ങിയ വിഴുങ്ങിയ സലഫി ചിന്താധാരയിലെ ഉസ്താദിനെ മോശമാക്കണം, പരിഹസിക്കണം, നിന്ദിക്കണം എന്ന് ചിന്തിക്കുന്ന സകല ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഇവനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇവനല്ലേ അവിടെ പോയത്? ഇവൻ പോയപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന എന്താ, നിവേദനം കൊടുക്കാൻ പോകുമ്പോ അപ്പൊ തന്നെ അവിടുന്ന് പറയുന്നു, പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട്, ഇത് കോർട്ട് വേഡിക്റ്റ് മാറ്റിവെക്കണം, 16-ാം തീയതിയിൽ നിന്ന് മാറ്റിവെക്കണം എന്ന്. ഇത്ര സുതാര്യമായി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ, അല്ലെങ്കിൽ പിന്നെ ഇയാളെ നിങ്ങൾ തള്ളേണ്ടി വരും. കണ്ട ഞാൻ അവിടെ നിൽക്കട്ടെ, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയേണ്ടി വരും. മൂപ്പരാണ് പോയത്. ആ പോയ മൂപ്പരോട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്ത്, ഇതിനായിട്ട് പോകുമ്പോ ഇമ്മീഡിയറ്റ്ലി ദ പബ്ലിക് പ്രോസിക്യൂട്ടർ റിപ്ലൈ ടു ഹിം ദാറ്റ് ഐ ഗോട്ട് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ് ടു എക്സ്റ്റെൻഡ് ദിസ് കോർട്ട് വേഡിക്റ്റ് എന്ന്. എവിടെ കഴിഞ്ഞില്ലേ കഥ? എവിടെ ചങ്ങായിമാരെ നിങ്ങളത് ഈ നിവേദനം കൊടുത്തുകൊണ്ടാണോ? നിവേദനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് കൊടുക്കായിരുന്നു? ഈ ദിവസത്തേക്ക് മാറ്റിവെക്കണോ? അല്ലെങ്കിൽ ഈ ഇടപെടൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2017 മുതൽ ഈ 2025 വരെ 8 വർഷമില്ലേ? അതിൻ്റെ ഇടയിൽ നിവേദനം കൊടുക്കുന്ന പരിധിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ശിക്ഷ മാറ്റിവെക്കുന്ന തീരുമാനവും കഴിഞ്ഞു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വധശിക്ഷ വിധിച്ച് പ്രസിഡന്റ് തന്നെ ദയാഹർജി തള്ളിയിട്ടുള്ള ഒരു കേസിൽ പിന്നെന്ത് നിവേദനം? ആ നിവേദനം കൊടുക്കാൻ വേണ്ടി പിന്നെയും ഒരു പ്രതീക്ഷയോടുകൂടി ചെല്ലുന്ന സമയത്ത് അവര് കേൾക്കുന്ന വാർത്ത എന്താണ്? പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട്, ഇത് മാറ്റിവെക്കണം എന്നുള്ളത്. ആരാണ് ഇത് ഇടപെട്ടത് എന്നുള്ള ആ കുരുവട്ടൂരികൾ ഇനി പറയണ്ടേ? അന്റെ ലോകം നിയന്ത്രിക്കുന്ന അന്റെ മുദബ്ബിറുൽ ഇടപെട്ടിരുന്നോ? ഇവരുടെ ലോകം നിയന്ത്രിക്കുന്ന ഒരു ഷെയ്ഖ് ഉണ്ട്, അവൻ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇടപെട്ടു എന്ന് പറഞ്ഞോ? ഏതാണ് ആ അദൃശ്യ ശക്തി? ആരാണ്? നീ പറ. ആണായി പിറന്നവനാണെന്നുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറ. നിവേദനം കൊടുക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആരാണ് പ്രവർത്തിച്ചത്? അത് ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കുറച്ച് മുന്നത്തെ വാർത്തകളിൽ നിന്നും അതിൽ നിന്നുള്ള അനൂപ് വിആറിന്റെ പോസ്റ്റിൽ നിന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഉസ്താദ് അതിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് അനൂപ് വിആറിന്റെ പോസ്റ്റിൽ നിന്ന് കിട്ടി, മാധ്യമങ്ങൾ അത് കൊടുത്ത്. അവര് മാത്രമല്ലല്ലോ അത് പറയുന്നത്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉസ്താദ് ഇടപെടുന്ന ചാനൽ എന്താണെന്നുള്ളത് ചാണ്ടിയമ്മ പറഞ്ഞിട്ടുണ്ട്, കേട്ടു നോക്ക്. അതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടല് അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നോട് ചാണ്ടിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ, അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ്. അദ്ദേഹം അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു. അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു, കേസ് വിളിപ്പിച്ചു.
അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ടാണത് മരവിപ്പിച്ചത്. ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ്. അപ്പൊ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിമിഷപ്രിയയുടെ എക്സിക്യൂഷന് താൽക്കാലികമായിട്ടൊക്കെ സ്റ്റേ കിട്ടിയത് അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട്. ഉസ്താദ് ബന്ധപ്പെടുന്നത് അവിടുത്തെ ഒഫീഷ്യലുകളുമായിട്ടും അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായിട്ടാണ്. ആ ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിലേ 2 ദിവസം കഴിഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കേസ് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അവിടെ നിവേദനം കൊടുത്തുകൊണ്ട് അവിടെ കുടുംബക്കാരായിട്ട് ചർച്ച ചെയ്തിരിക്കാനുള്ള സമയമല്ല. ആരാണോ ഇത് വിധിച്ച ആളുകളെ കൊണ്ട് മാറ്റി എഴുതിപ്പിച്ചെങ്കിലേ നടക്കുള്ളൂ. അസാധാരണമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അവിടെ സാധാരണമായിട്ടുള്ള പോക്ക് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ 16-ാം തീയതി തൂക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടാവും. എങ്ങനെയാണോ അവരവിടെ ചെയ്യുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ഇവര് നോക്ക്, മറ്റേ ചാണ്ടിയുമ്മൻ പറയുന്നു നോക്ക്, അത് ഒരു തവണയല്ല. ഈ കേസുകളെല്ലാം കഴിഞ്ഞ് വിധി മാറ്റിവെച്ച് എല്ലാ രംഗവും ശാന്തമായി കഴിഞ്ഞിട്ട് ചാണ്ടിയുമ്മനും സംഘവും സന്ദർശിച്ച് ശേഷവും പറയുന്നുണ്ട്. 2 ക്ലിപ്പുകളും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഏത് പോയിന്റിലാണ് ഈ ഉസ്താദിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് വരുമെന്നൊരു തോന്നൽ? അല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിന് സ്പിരിച്വൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു. അദ്ദേഹം അത് കറക്റ്റ് ആണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം യമനിലെ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ്, അങ്ങനെ ഒരു ഉമർ, അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പൊ തന്നെ തെളിഞ്ഞു വന്നു. അപ്പൊ തന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അദ്ദേഹം പലരും ആൾക്കാരും അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ജഡ്ജിമാരടക്കം, സുപ്രീം കോടതി ജഡ്ജസിനടക്കം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിക്കേഷന് ഫലമുണ്ടായി. നമുക്ക് ഒറ്റ ദിവസം ഇതിന്റെ ഒരു എഫക്ട് നമ്മൾ കാണുന്നില്ലേ? അപ്പം പത്രക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, ഈ ഏതൊരു അവസരത്തിലാണ് എന്ത് ഇടപെടലാണ് എ പി ഉസ്താദ് നടത്തിയത് എന്ന് പറയുമ്പോൾ ഇത്തരം തൂക്കാൻ വിധിച്ചിരിക്കുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന 16-ാം തീയതി ജൂലൈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആ നിമിഷപ്രിയയുടെ ആ വിധി മാറ്റിവെക്കുന്നതിന് നിമിഷ നേരം കൊണ്ട് വളരെ ത്വരിതപ്പെട്ട ഒരു ഇടപെടലുകൾ എ പി ഉസ്താദ് നടത്തി. അത് ജുഡീഷ്യൽ സിസ്റ്റവും ഭരണകൂടത്തിലും ഇടപെട്ടുകൊണ്ടാണ് നടത്തിയത് എ പി ഉസ്താദ് ഇവിടുന്ന് അതിനെ പറ്റിയ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്തതാണ്, അവരോട് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പോഴും ഇവൻ ചോദിക്കാണ്, അതെങ്ങനെ അങ്ങനൊക്കെ അങ്ങോട്ട് നടത്താൻ പറ്റുമോ? അത് 2 കക്ഷികളൊക്കെ വിളിച്ചിട്ട് അവരുടെയൊക്കെ ഓരോട് വാദം കേട്ട് അങ്ങനെയൊക്കെ അല്ലേ നടത്താൻ പറ്റുള്ളൂ? അതിനൊരു അർജി കൊടുക്കണ്ടേ, ഒരു നിവേദനം കൊടുക്കണ്ടേ? അങ്ങനെയൊക്കെ അല്ലേ നമ്മളെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പെറ്റി കേസ് വണ്ടി പിടിച്ചാൽ പോലും ചെയ്യലേ? അനക്കതൊക്കെ ആരുള്ളൂ ചങ്ങായി, നിങ്ങൾ ഇവിടെ കിടന്ന് ഒതുങ്ങിയാൽ മതി. ഇരിക്കട്ടെ, ചാണ്ടി ഉമ്മൻ പറയുന്ന 2 ക്ലിപ്പുകൾ നിങ്ങൾ ഇതിനോടൊന്നും ചേർത്ത് വായിച്ചു നോക്കൂ. കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇതിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായി വിശദീകരണം നൽകുമ്പോ ഒരു അണ്ടനും അടകോടനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം അറിയാത്ത അലുവേദ ഉലുവേദ എന്നറിയാത്ത ഇവൻ പറയുന്ന വിശദീകരണമൊക്കെ വിശ്വസിച്ച് നടക്കുന്ന മരമണ്ടന്മാരായ സലഫികളും മുജാഹിദുകളും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ ബുദ്ധി ആർക്ക് പണയം വെച്ചാണ് ചെങ്ങൈമാരെ ഈ മണ്ടന്മാർക്കോ? ഇവരെന്നെ പടച്ചോൻ ഇവരുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഞങ്ങളെ ഷെയ്ഖിന്റെ കഴുതകളാക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആ ഒരു പ്രാർത്ഥന കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനത് വിചാരിച്ചിട്ടില്ല ഇടാൻ വേണ്ടി. അതിലും എല്ലാരും കൂടി ആമീൻ കഴുതകളാക്കണേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഈ പോത്തുകളുടെ അവസ്ഥ. അടുത്ത് വെക്കട്ടെ. അപ്പൊ 14-ാം തീയതി ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ 14-ാം തീയതി